ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നും സന്നിധാനത്ത് SITയുടെ പരിശോധന തുടരുകയാണ്. ലീഗൽ മെട്രോളജിയിലെ വിദഗ്ധരുടെ സഹായത്തോടെയാണ് സാമ്പിൾ ശേഖരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം കട്ടിളപ്പാളികൾ കൂടി ഇളക്കി. ഇന്നലെ ശ്രീകോവിലിന് ചുറ്റുമുള്ള തൂണുകളും ദ്വാരപാലക ശില്പപാളികളും ഇളക്കിയെടുത്ത് പരിശോധിച്ചു. ഷിജോ കുര്യൻ സന്നിധാനത്തുനിന്നുണ്ട് വിവരങ്ങളുമായി. ഷിജോ, പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് തുടരുകയാണല്ലോ. ഇന്ന് എന്തൊക്കെയാണ് അവർ പരിശോധിക്കുന്നത്? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സന്നിധാനത്ത് പരിശോധനയ്ക്ക് വേണ്ടി വന്ന പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടി നട തുറന്നതിന് പിന്നാലെയാണ് SIT സംഘം ശ്രീകോവിലിന് സമീപത്തുള്ള 4 ഭാഗത്തുമുള്ള തൂണുകൾ, സ്വർണ്ണപ്പാളികൾ ഇളക്കി അത് പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ശ്രീകോവിലിന്റെ പിൻഭാഗത്ത് നിന്ന് ആ സൈഡിൽ സ്ഥാപിച്ചിരുന്ന സ്വർണ്ണപ്പാളികളിലെ തൂണിൽ സ്ഥാപിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റി. അതിന് പിന്നാലെ മുൻവശത്തുള്ള ശ്രീകോവിലിന് മുമ്പിലുള്ള വാതിൽപ്പാളികളിൽ നിന്നും സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദ്വാരപാലക ശില്പത്തിൽ ഇപ്പോൾ കുറച്ച് പൂക്കൾ മാത്രമാണ് അർപ്പിച്ചിരിക്കുന്നത്. ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞിരുന്ന മുഴുവൻ സ്വർണ്ണപ്പാളികളും, അതായത് ശ്രീകോവിലിന് മുമ്പിലുള്ള 2 ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികൾ പൂർണ്ണമായിട്ട് അവിടുന്ന് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. ഇവിടെ സ്പെഷ്യൽ ഓഫീസറുടെ, എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഒരു സ്ഥലത്ത് ഇവിടുന്ന് ഇളക്കിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ വളരെ വിശദമായിട്ടുള്ള പരിശോധന SIT സംഘം നടത്തുന്നുണ്ട്. ഇവിടെ വെച്ച് ഒരു പ്രാഥമികമായിട്ടുള്ള പരിശോധനയും അതിൻ്റെ അളവിടും തൂക്കവും ഒക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും മുംബൈ ആസ്ഥാനമായിട്ടുള്ള ബാമ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ ഇത് പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോവുക. ഇവിടെ പ്രത്യേകമായിട്ട് അതിൻ്റെ ഇപ്പോൾ ഇവിടുന്ന് ഇളക്കി മാറ്റുന്ന സ്വർണ്ണപ്പാളികളുടെ അളവ്, തൂക്കം ഇത് കൃത്യമായിട്ട് തന്നെ SIT സംഘം അവിടെ വെച്ച് തന്നെ അത് വിലയിരുത്തുന്നുണ്ട്. ഇന്നിപ്പോൾ കട്ടിളപ്പാളികളിലെ സ്വർണ്ണപ്പാളികൾ കൂടി, കട്ടിളയിലുള്ള സ്വർണ്ണപ്പാളികൾ കൂടി ഇന്നിപ്പോൾ ഇളക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ആദ്യം തന്നെ ചെയ്തത്, അതായത് കുംഭമാസ പൂജകൾക്കായിട്ട് ഇന്നലെ വൈകിട്ട് 5 മണിയോട് കൂടിയാണ് ശബരിമല നട തുറന്നത്. ഈ നട തുറന്ന അതേ സമയത്ത് തന്നെ SIT സംഘം ഇവിടേക്ക് വരികയും അവർ നിന്ന് ഈ പറയുന്ന ശ്രീകോവിലിന്റെ പിൻഭാഗത്തെ തൂണുകളിലുള്ള സ്വർണ്ണപ്പാളികൾ ആദ്യം ഇളക്കി മാറ്റുന്നു. തൊട്ട് പിന്നാലെ തന്നെ മുൻവശത്തേക്ക് വന്ന് അവിടെയുള്ള തൂണുകളുടെയും സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റുകയാണ് ചെയ്തത്. അതിനുശേഷം രാത്രിയോടുകൂടി ദ്വാരപാലക ശില്പത്തിൽ നിന്നുള്ള സ്വർണ്ണപ്പാളികൾ കൂടി പൂർണ്ണമായിട്ടും ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ശ്രീകോവിലിന് മുമ്പിലുള്ള കട്ടിളപ്പാളികളിൽ നിന്നും വാതിൽപ്പാളികളിൽ നിന്നുമുള്ള സ്വർണ്ണപ്പാളികൾ അഴിച്ചു മാറ്റുകയാണ്. അത് കൃത്യമായിട്ട് ഈ പറയുന്ന, നമുക്കറിയാം, ലീഗൽ മെട്രോളജി വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അതിനകത്ത് ഈ സ്വർണ്ണവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ അളവും തൂക്കവും കൃത്യമായിട്ട് വിലയിരുത്തുന്ന ലീഗൽ മെട്രോളജി വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇവിടെ വെച്ച് തന്നെ ഒരു ആദ്യഘട്ട ഒരു പരിശോധനയുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിനെ, ഈ സ്വർണ്ണപ്പാളികളെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാക്കുക. നമുക്ക് ഈ പരിശോധന നടത്തുന്ന ഈ ഒരു ഘട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, ഈ ശബരിമലയിൽ സന്നിധാനത്ത് ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് 30 കിലോ 329 ഗ്രാം സ്വർണ്ണമാണ് ശ്രീകോവിലിന് സമീപത്ത് മൊത്തത്തിൽ പൂശിയിട്ടുള്ളത്. 1900 കിലോ ചെമ്പിനകത്ത് 30 കിലോയിലേറെ സ്വർണം പൂശിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പാളുകൾക്കിടയിൽ ചില അളവിലും തൂക്കത്തിലും കുറവ് വന്നിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ ഇപ്പോൾ നടത്തുന്ന പരിശോധന ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു ഘട്ടത്തിൽ ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യമില്ല. കാരണം അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകേണ്ടത് ഉദ്യോഗസ്ഥർ തന്നെയാണ്. അത് കോടതിയിലായിരിക്കും അവർ കൊടുക്കുക. പക്ഷേ നേരത്തെ എടുത്ത സ്വർണ്ണപ്പാളികളുടെ അളവിൽ നിന്ന് ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ അളവിനകത്ത് കുറവ് വന്നിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞതായിട്ടുള്ള ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരത്തിൽ കുറവ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ആദ്യഘട്ട പരിശോധന പൂർത്തിയാക്കിയപ്പോൾ തന്നെ അതിനകത്ത് അത്തരം വിവരങ്ങൾ പുറത്തു വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫോയിൽ പേപ്പർ അടക്കം വെച്ചുകൊണ്ട് ഇതിൻ്റെ അളവ് തൂക്കവും അല്ലെങ്കിൽ അളവ് തന്നെ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. അവർ ഇപ്പോൾ പ്രാഥമികമായിട്ട് ഇവിടെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിക്കും. എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെളിവെടുപ്പും പരിശോധനയുമാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ശേഖരിക്കുന്ന സ്വർണ്ണപ്പാളികളുടെ പരിശോധന ഇവിടെ പൂർത്തിയാക്കിയതിന് പിന്നാലെ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന മുംബൈ ആസ്ഥാനമായിട്ടുള്ള ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിലായിരിക്കും. അവിടുന്ന് കൂടി ലഭിക്കുന്ന റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കുക. എന്തായാലും ഇന്നും നാളെയും SIT സംഘം ഇവിടെ തുടരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സുപ്രധാന പരിശോധനകൾ ഇപ്പോൾ സന്നിധാനത്ത് നടക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് ഷിജോ കുര്യൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.